ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നലെ പിന്നെ നമ്മുടെ പഴവും ഈ ചാരപ്പൂവിൻ്റെ പഴവും പിന്നെ ചാരപ്പൂവിൻ്റെ പഴം വരട്ടിയത് ഇന്നലെ നമ്മൾ വരട്ടിയല്ലോ, അതും ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് വെച്ചിരിക്കുകയാണല്ലോ. ലേശം ഉപ്പ് അതിലിട്ട് കേട്ടോ. അതിനകത്ത് നാളികേരവും ജീരകവും ഏലക്കായും കൂടെ അരച്ച് ചേർത്തു. പൊടിയുണ്ടെങ്കിൽ എടുക്കാൻ മതി. ഞാൻ പൊടിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാനത് നാളികേരത്തിലൂടെ അരച്ച് ചേർത്തു. അങ്ങനെ ഇരുന്നോട്ട് കുളമാക്കണ്ടേ. ഇങ്ങോട്ട് നിൽക്കും ഡ്യൂട്ടി ചെയ്ത് അങ്ങനെ ഞാൻ ഈ മാവ് ഗോതമ്പ് പൊടി പിന്നെ പഴം വരട്ടിയതും പഴം വരട്ടിയതും പിന്നെ നമ്മുടെ നാളികേരവും ജീരകവും ഏലക്കായും കൂടെ അരച്ചതും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കാം. നമ്മുടെ ചാരപ്പൂവിൻ്റെ പഴം കൊണ്ടുള്ള ഇലയടയാണ് ഉണ്ടാക്കുന്നത്. ലേശം ഉപ്പ് ചേർക്കണം, മധുരം ഒന്ന് ക്രമീകരിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഇനി നമുക്കിത് ആ ഇലയും കൊണ്ട് കാണിച്ചാൽ ഇനി ഇലയിലേക്ക് പരത്താം. ഇലയിലേക്ക് നമുക്ക് പരത്താവുന്നത്. ഇലയൊക്കെ കൊണ്ടുവന്നിവിടെ കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട്. ഇലയൊക്കെ കൊണ്ടുവന്നിവിടെ കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട്. ഇതാ ഇല. ഈ ഇലയിലേക്ക് നമുക്കിത് പരത്താം. പരത്തുന്നൊന്നും കാണിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഇവിടെ വെച്ചാൽ കാണും കുട്ടി. കുറച്ച് താത്തി വെച്ചാലേ താത്തി വെച്ചൊക്കെ കാണും. ഇതൊന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വെക്കാം. നോക്കട്ടെ, ഇവിടെ വെക്കാം. ഇത് നമുക്കിനി ഞാൻ ഇഡലി പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ. ഇഡലി പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം കൈ നനച്ചിട്ട് നോക്കൂ, ഈ മാവ് കുറച്ചെടുത്ത്. അപ്പോൾ ഇതെന്തൊക്കെയാണ് മാവ്? നമ്മൾ ചാരപ്പൂവൻ്റെ പിന്നെ പഴം, ഒരു 10 പഴം കൊണ്ടെന്ന് ഞാൻ പറഞ്ഞു. 10 പഴം നമ്മൾ നെയ്യ് ഉരുളിയിൽ ഒഴിച്ചിട്ട് ഈ 10 പഴത്തിനെ നമ്മൾ മിക്സിയിൽ അടിച്ച് അതിലേക്കിട്ട് വരട്ടി വെച്ചിരിക്കുന്ന. അതിലേക്ക് ഒരുപാട് മധുരം വേണ്ട കേട്ടോ. എന്താ പറയുക, ഒരുപാട് മധുരം ഇട്ടാൽ അത് പിന്നെ ഈ പഴത്തിന് ഒരുപാട് മധുരമുണ്ട്. അതുകൊണ്ട് ഒരുപാട് മധുരം വേണ്ട. അങ്ങനെ നമുക്കിത് ഇലയിൽ പരത്തി അടയാക്കി എടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇതിലേക്ക് ഇങ്ങനെ മടക്കി കോട്ടി ഇതിലേക്ക് വയ്ക്കാം. വെള്ളം തിളച്ച് കിടക്കണം. ഇവിടെ കാക്കാൻ പറ്റുമോ? എനിക്ക് എന്നെയും കൂടെ കാണാൻ വേണ്ടി നോക്കാം. ഒത്തിരി കാണത്തെ പോലെ ഇഡലിപ്പാത്രം കാണുന്നുണ്ട്. അല്ലെങ്കിൽ അന്നേരം ഇഡലിപ്പാത്രത്തിലേക്ക് നമുക്ക് ഇതാക്കാം. അങ്ങനെ മതി. അപ്പോൾ ഇപ്പോഴും സ്റ്റാൻഡ് വെക്കുന്നത് ഞങ്ങൾ അത്ര പഠിച്ചിട്ടില്ല. രജനി ഇല്ലാത്തപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിക്കും. അവളുള്ളപ്പോൾ അവൾ കറക്റ്റിന് വെച്ച് തരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല. അതാ കാമന്മാർക്ക് കട വലിയ ഇഷ്ടമാണ്. അപ്പോൾ ചക്കയാണ് സത്യത്തിൽ വലിയ ഇഷ്ടമില്ല കേട്ടോ. എനിക്ക് ചക്കയുടെ ഇഷ്ടം. പക്ഷേ ചക്ക സംബന്ധിച്ചുള്ള കുറച്ച് ഗ്യാസുണ്ടോ 2 എണ്ണമായി. ഇനിയും നമ്മൾ മൂന്നാമത്തേത് പരത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ രജനിക്കുട്ടി പരത്തിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഞങ്ങൾ 2 പേരും കൂടി ഇന്ന് കൂട്ടായിട്ടാണ് എല്ലാം. അപ്പോൾ ഇത് എത്ര രൂപയുണ്ട് രജനി? കഴിഞ്ഞു അതിൽ അതെല്ലാം കൂടെ ഉള്ളല്ലേ. അപ്പോൾ ഇത്തിരിയാണ് മാവ്. മറ്റേ മാവ് ഇരിക്കട്ടെ. മതി, കുറച്ച് മാവ് മതി. ഒരുപാട് അരി കഴിക്കാൻ 2 ഉണ്ടാക്കിയ കുട്ടികൾക്ക് കൊണ്ടുപോകാനും 4 മണിക്കല്ലേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഇവർ കഴിക്കട്ടെ. ഇതിനെ വഴണയിൽ ഏറ്റവും നല്ലത് കേട്ടോ. വഴണയിൽ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. കഴിഞ്ഞ കുട്ടി 3 എണ്ണം. ഇനി 4-ാമത്തേത്. ആ മാവ് കഴിഞ്ഞോ? പരത്തുകയാണ്. ഇവിടെ മൈക്ക് പോയോ എന്തോ. മൈക്ക് പോയല്ലോ കുട്ടിയെ.
ഈ മൈക്കിനെ ചില നേരത്തെ എന്നെ പോലെ ചില നേരത്ത് കുറച്ച് കുഴപ്പമൊന്നുമാണ്, ചില നേരത്ത് കുഴപ്പമില്ല, ചില നേരത്ത് എന്നെ പോലെ അതിന് മട്ടു പിടിക്കും കേട്ടോ രജനിയെ. അത് പറഞ്ഞപ്പോൾ അത് ഭയങ്കര സന്തോഷമായി. സന്തോഷ സാഗരത്തിൽ ആറാളില്ല. ആനന്ദമാധുരിയിൽ ആനന്ദമാധുരിയിൽ ഞാനലിഞ്ഞാടുമ്പോൾ ഗാനം തരുതേ നിങ്ങളെൻ്റെ ഗാനം. ഇനിയും ഒരെണ്ണം കൂടെ ഉള്ളൂ. രജനിയെ നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന പൊസിഷൻ ഇല്ലേ കുട്ടി, ഇത് കറക്റ്റിന് നീ ഒന്ന് ഓർമ്മ വെച്ചു ഇങ്ങനെ. അപ്പോൾ അത് നമുക്ക് കറക്റ്റിന് കിട്ടും. ചില നേരത്തെ ഒട്ടും കിട്ടില്ലെങ്കിൽ നീ ഇല്ലാത്തപ്പോൾ ഞാൻ ചെയ്യുമ്പോഴേ എനിക്ക് ഒട്ടും കിട്ടുന്നില്ല. ഇതാ ഇനി നമുക്ക് ഇതിനെ അടച്ചു വയ്ക്കാം. വെള്ളം തിളച്ച് കിടക്കാം കേട്ടോ. അതുകൊണ്ട് അതിലേക്ക് ഇറക്കി വെച്ചു. അരേ വാ, ഇനി ഇത്തിരി നേരം അത് കിടന്നൊന്ന് ഒന്ന് തിളച്ച് പാകമാണ്. ഒരു 15 മിനിറ്റ് വേണം. ആ 15 മിനിറ്റ് ഇവിടെ കിടന്നിട്ട് അത് പാകമാകുമ്പോൾ നമുക്ക് എടുത്ത് ചൂടാറുമ്പോൾ ഈ ഇലയുടെയൊക്കെ ഉണ്ടല്ലോ ചൂടോടെ കഴിക്കുന്നതിനേക്കാളും ഭേദം ചൂടാറുമ്പോൾ എടുക്കുന്നതാണ്. മഴ എവിടെയും ഇല്ലല്ലോ, മഴ എവിടെയും ഇല്ല. ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, പാലക്കാടില്ലെന്നേ ഉള്ളൂ. പാലക്കാടിൽ ചില സ്ഥലങ്ങളിൽ പെയ്തു, ഞങ്ങളുടെ ഈ ഭാഗത്തേക്ക് മഴ വന്നിട്ടേ ഇല്ല. എന്താ ചെയ്യുക, ഞാനാണേ ചൂട് കൊണ്ട് വരയുന്ന ഒരാളും. പിന്നെ എൻ്റെ മക്കളുടെ അവിടെയൊക്കെ പെയ്തു മഴയെന്നാണ് കുട്ടികൾ പറയുന്നത് കേട്ടത്. അപ്പം എന്തോ മരങ്ങളും കാടുകളും എല്ലാം വെട്ടി നശിപ്പിച്ചില്ലേ. പണ്ട് രാജാവ് തന്നെ കണ്ടില്ലേ, പണ്ടത്തെ ആൾക്കാർ രാജാക്കന്മാരൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയല്ലേ. ഇന്ന് പുതിയതായിട്ട് വെച്ച് പിടിപ്പിക്കുന്നൊന്നുമില്ലല്ലോ, പണ്ടുണ്ടായിരുന്നതിനൊക്കെ നശിപ്പിക്കുകയല്ലേ ചെയ്ത്. അപ്പോൾ വെമ്പല നാട്ടിലെ തമ്പൂരാൻ്റെ തമ്പൂരാട്ടിക്കൊരു കട്ടിൽ വേണം, കാഞ്ഞിരി വേണ്ട മരുതി വേണ്ട, കാട്ടിലെ ചന്ദനം തന്നെ വേണം. വെമ്പല നാട്ടിലെ തമ്പൂരാൻ്റെ തമ്പൂരാട്ടിക്കൊരു കട്ടിൽ വേണം, കാഞ്ഞിരി വേണ്ട മരുതി വേണ്ട, കാട്ടിലെ ചന്ദനം തന്നെ വേണം. തമ്പൂരാട്ടിക്കുള്ള മോഹമല്ലേ തമ്പുരാൻ കൽപ്പിച്ച കാര്യമല്ലേ, തമ്പുരാട്ടിക്കുള്ള മോഹമല്ലേ തമ്പുരാൻ കൽപ്പിച്ചിരിക്കയല്ലേ. വെമ്പല നാട്ടിലെ തമ്പുരാൻ്റെ തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം. പിന്നെ പറയുന്നത് കടിമൂത്ത ചന്ദനം കൊണ്ടല്ലാതെ കുടിയിലേക്കാരും വരേണ്ടതാരേ. അടിമൂത്ത ചന്ദനം അല്ലാതെ ഇങ്ങോട്ട് വന്നാൽ തലയും കൊണ്ട് പോയില്ലെന്നാണ്. അത്ര കല്ലേൽ പിളർക്കുന്ന കൽപ്പനകളായിരുന്നല്ലോ പണ്ടത്തെ രാജാക്കന്മാരൊക്കെ. എന്നാലും അവർ പ്രജകൾക്ക് വേണ്ടി ഒരുപാട് ചെയ്യുകയും ചെയ്തിരുന്നു അല്ലേ. അപ്പം അങ്ങനെ അന്ന് മുതലേ മരങ്ങൾ കെട്ടി നശിപ്പിക്കുന്നില്ല. ഇത് തമ്പുരാട്ടിയല്ലേ. അപ്പോൾ അവർക്ക് ചന്ദനക്കെട്ടിൽ തന്നെ വേണമെന്ന് പറയുന്നത് ഒരു പിന്നെ അത്ര വലിയ അതിമോഹമൊന്നും അല്ലേ അവര്. പിന്നെ അപ്പോൾ അതുകൊണ്ട് തമ്പുരാട്ടിക്കുള്ള കാര്യമല്ലേ തമ്പുരാൻ കൽപ്പിച്ചിരിക്കയല്ലേ. വെമ്പല നാട്ടിലെ തമ്പുരാൻ്റെ തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം. നോക്കി അച്ഛനും മേനന്മാരും മേലെടുത്തുള്ള പിള്ളമാരും എല്ലാം മറന്നു കേട്ടോ. നോക്കി അച്ഛനും മേനന്മാരും മേലെടുത്തുള്ളൊരു മറന്നു കുട്ടികളെല്ലാം ഞാൻ മറക്കപ്പ് ഉപയോഗിക്കുന്നില്ല. അങ്ങനെ ചെമ്പകനാട്ടിലെ തമ്പുരാട്ടിയുടെ ചന്ദനക്കട്ടിലെ കാര്യവും അതിന് പാവങ്ങളായിട്ടുള്ള പിന്നെ അടിയാര് പാവങ്ങൾ അവരെ കാട്ടിലോട്ട് പോകുന്നതും ചന്ദനത്തടിക്ക് പോകുന്നതും അപ്പോൾ അവർ തമ്മിൽ പറയുകയാണ്. എന്താ തടി മൂത്ത ചന്ദനവും കൊണ്ടേ വീട്ടിലേക്ക് ചെല്ലാവൂ, കൊട്ടാരത്തിലേക്ക് ചെല്ലാവൂ, അല്ലെങ്കിൽ നമ്മുടെ തല പോലും കാണുകയില്ലെന്ന്. 10 നായന്മാരും
കൊത്തുപണിക്കാരും തച്ചന്മാരും ഇവരെല്ലാവരും ചന്ദനക്കെട്ടില് പണിയുന്ന കാര്യത്തിന് വേണ്ടി അവരെയൊക്കെ നിയോഗിച്ചിരിക്കുകയാണ്. അപ്പം ഇവരെ ചന്ദനത്തടി കൊണ്ടുവരാനായിട്ട് പോയിരിക്കുകയാണ്. തമ്പുരാട്ടിക്കുള്ള മോഹമല്ലേ തമ്പുരാൻ കൽപ്പിച്ചിരിക്കല്ലേ. ചെമ്പാല നാട്ടിലെ തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം. ആഞ്ഞിലി വേണ്ട, മരുടി വേണ്ട, കാട്ടിലെ ചന്ദനം തന്നെ വേണം. അപ്പൊ നമ്മുടെ ചാരപ്പൂവനിൽ ഉണ്ടാക്കിയ ഇലയട അങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 15 മിനിറ്റ് വെന്താൽ മതി. ഇതെല്ലാം വരട്ടിയെടുത്തതല്ലേ, അപ്പോൾ 15 മിനിറ്റ് വെന്താൽ മതി. ഇന്നലെ പിന്നെ ഞാൻ നിങ്ങൾക്കൊക്കെ മെസ്സേജ് അയച്ചിരുന്നല്ലോ മാതൃദിനത്തിൻ്റെ. ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും മാതൃദിന ആശംസകൾ ഒരുപാട് പേര് വിഷ് ചെയ്തിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ മാതാവിനെയും പിതാവിനെയും ഒക്കെ സ്നേഹിക്കുന്നതിനും ഓർക്കുന്നതിനും അങ്ങനെ ഒരു ദിവസമൊന്നും ആവശ്യമില്ലല്ലേ. അവരെന്നും നമുക്ക് നമ്മുടെ സ്മരണയിൽ ഉണ്ടാകണമല്ലോ. എനിക്കിപ്പോഴും ഒരു ദിവസം എടുത്തു വെച്ചിരിക്കാൻ നന്നായി. ആ ഒരു ദിവസമെങ്കിലും ചിലരൊക്കെ ഒന്ന് ഓർക്കുമല്ലേ. അമ്മയല്ലാതൊരു ദൈവമുണ്ടോ, അതിലും വലിയൊരു കോവിലുണ്ടോ, കാലം മറക്കാത്ത രാഗമുണ്ടോ, അതിൽ കാണപ്പെടുന്നതാ അമ്മയല്ലേ. അമ്മേ അമ്മേ അമ്മയല്ലാതൊരു ദൈവമുണ്ടോ, അതിലും വലിയൊരു കോവിലുണ്ടോ. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും ക്ഷമിക്കുന്ന ഒരേ ഒരാൾ നമ്മുടെ അമ്മയാണ്. ഒരു കള്ളനെയായാലും കൊലപാതകയായാലും എങ്ങനെ ഒരു വ്യക്തിയായാലും അമ്മ അവസാനം വരെ അവരെ ഉപദേശിക്കും, നിങ്ങൾ ചെയ്യരുത്. അവസാനമാകുമ്പോൾ ഈ മകൻ്റെയോ മകളുടെ കൂടെ ആ അമ്മ നിൽക്കുകയുള്ളൂ. അച്ഛന്മാർ ചിലപ്പോൾ കൂട്ടിൽ നിന്നൊന്നും വരികയില്ല. കാരണം അവർക്ക് നല്ല ഇതുണ്ടല്ലോ. അവർ അതുകൊണ്ട് അച്ഛനറിയാൻ അമ്മ കൂട്ടിൽ നിൽക്കും ഈ മക്കളുടെ തോന്നിവാസങ്ങൾക്കൊക്കെ. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടും ഈ ഭൂമി ദേവി ക്ഷമയുള്ളതല്ലേ. ഭൂമിദേവിയെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, ചവിട്ടുന്നു, കുത്തുന്നു, മരിക്കുന്നു, കൊല്ലുന്നു. ഭൂമിയിലെ മരങ്ങൾ നശിപ്പിക്കുന്നു, കാടുകൾ നശിപ്പിക്കുന്നു, പിന്നെ മാമരങ്ങൾ നശിപ്പിക്കുന്നു, പുഴകളെല്ലാം പിന്നെ മണൽ തോണ്ടിയെടുത്ത് അത് നശിപ്പിക്കുന്നു. പരിസരം മൊത്തം മലിനീമസമാക്കുന്നു. കിണറുകളും എല്ലാം പുഴകളും തോടുകളും കാട്ടരുവികളും എല്ലാം നശിപ്പിക്കുന്നു. അങ്ങനെ പ്രകൃതിയെ മൊത്തത്തിൽ മലീമസപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ടും ഈ അമ്മ ഇതെല്ലാം സഹിച്ചുകൊണ്ട് സർവവും സഖയായി ഇതെല്ലാം കണ്ടുകൊണ്ട് ഇവിടെ ജീവിക്കുകയാണ്. മരിച്ചതിന് തുല്യമായിട്ട് ജീവിക്കുകയാണ് ഈ ഭൂമിദേവി സർവം സഖയായിട്ട്. അതുപോലെ സർവം സഖയായിട്ടാണ് മാതാവിനെയും കണക്കാക്കി നമ്മൾ ആദ്യകാലം മുതലേ കൽപ്പിച്ചു വരുന്നത്. മാതാ പിതാ ഗുരു ദൈവമെന്ന്. മാതാവ് കഴിഞ്ഞിട്ടാ പിതാവ്. എല്ലാവരും തുല്യരാണ് എൻ്റെ അഭിപ്രായമെങ്കിൽ മാതാ പിതാ ഗുരു ദൈവം. മാതാവും പിതാവും ഗുരുവും ദൈവതുല്യരാണെന്നാണ് കേട്ടോ. മാതാവും പിതാവും ഗുരുവും ഒക്കെ ദൈവത്തിന് തുല്യമാണ്. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മുടെ ഇലയുടെ ഇടം വരെ ആയിരുന്നു നോക്കണം. അതിനു മുമ്പേ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എന്താ ഈ ചൂടിനെ അതിജീവിക്കാനെ ഞാൻ ഇന്ന് ഒരു റെമഡി ഇടുന്നുണ്ട്. അതായത് ഞാൻ തിളപ്പിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതാ ഈ വെള്ളത്തിന് നിറം കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ട്. ഞാൻ തൊട്ടാലിത് അല്ലാണ്ടാവും. ഇതോ മഞ്ഞ നിറം കാണുന്നുണ്ടോ? ഈ മഞ്ഞ നിറം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചൂര് കാണിക്കാൻ അറിയുന്നില്ല കേട്ടോ. എന്താ അറിയോ, എനിക്ക് ഈ വെള്ളം ഇങ്ങനെ കാണിക്കാനേ അറിയുന്നുള്ളൂ. ഈ മഞ്ഞ നിറം നമ്മൾ മാവല, നമ്മുടെ വീട്ടുമുറ്റത്തുള്ള മാവല, ഈ മാവല ഒരു പിടി പറിച്ചിട്ട് ഒരു പിടി പൊട്ടിച്ചിട്ട് നല്ലോണം അടുപ്പത്ത് വെച്ച് ഒരു കഷ്ണം മഞ്ഞളും കൂടി ഇട്ട്, നമ്മുടെ വീട്ടിൽ പച്ചമഞ്ഞളുണ്ടെങ്കിൽ, ഇവിടെ പച്ചമഞ്ഞളുണ്ട് കേട്ടോ. പച്ചമഞ്ഞൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിട്ടാൽ മതി. ഇല്ലെങ്കിൽ ഉണക്കമഞ്ഞൾ കടയിൽ മേടിച്ചത് വെള്ളത്തിലിട്ട് വെച്ചാലും ആകും. ആ മഞ്ഞളിനെയും കൂടി ഇട്ട് തിളപ്പിച്ച്
വെച്ചിരിക്കുന്ന വെള്ളമാണിത്. ഈ മാവല വെള്ളം ഉപയോഗിച്ച് നമ്മൾ മേല് കഴുകിയാൽ തുടർച്ചയായിട്ടൊരു 5 ദിവസം ചെയ്താൽ മതി. കാര്യം നമ്മുടെ ചൂട് മുഴുവൻ പോകും. ഞാൻ കുട്ടികൾക്ക് വീട്ടിൽ പിള്ളേർക്കൊക്കെ ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാനിതെല്ലാം വിവരത്തോടെ നിങ്ങളോട് പറയാം. എന്താണെന്നറിയാം കുട്ടികളെ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കുട്ടി ആയുർവേദ കോളേജ്, ഗവൺമെൻറ് ആയുർവേദ കോളേജിൽ നിന്ന് അവൾ പ്രിൻസിപ്പലായിട്ടിരുന്നിട്ട് DMO ആയിരുന്നിട്ട് അവൾ റിട്ടയർ ചെയ്തതാണ്. അപ്പം ഞാനിങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്ന് അവളും എൻ്റെ സബ്സ്ക്രൈബറാണ് കേട്ടോ. അപ്പോൾ അവള് പിന്നെ ഞാനിങ്ങനെ ഓരോന്ന് പറയാൻ വേണ്ടി മോളെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇത്തിരി നമ്മൾ വിവരത്തോടെ ചെയ്യണമല്ലോ. 10,000 ലക്ഷക്കണക്കിന് എൻ്റെ കുറച്ചാളെ കാണുന്നതല്ലേ. അപ്പം അതുകൊണ്ട് നമുക്ക് പിന്നെ ഇവരൊക്കെ കിടന്ന് വിളിച്ച് പറയാനും പറ്റില്ലല്ലോ, ചീത്തമില്ലേ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഇത് കുടിക്കാനൊന്നല്ല ഈ വെള്ളം കേട്ടോ. അപ്പോൾ അന്നേരം അവളെനിക്ക് പറഞ്ഞൊന്നുമില്ല. ഇത് മാവല, ഒരു പിടി മാവല എടുത്തിട്ട് അതിനെ ഒരു കലം വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് നമുക്ക് മേല് കഴുകാൻ ഇത് ധാരാളം മതി. പിന്നെ കുറേ കൂടി വെള്ളം ഒന്നും ചേർക്കാൻ പാടില്ല കേട്ടോ. എന്നിട്ട് നമ്മളതിനെ നല്ല വൃത്തിയായിട്ട് തണുക്കുമ്പോൾ നമ്മളതിനെ കാണിക്കാൻ പറ്റുന്നില്ല ശരിക്ക്. അപ്പോൾ നമ്മളതിനെ പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ എൻ്റെ പോകുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ അതിനെ നന്നായിട്ട് ചൂട് പോകുമ്പോൾ നന്നായിട്ട് നമ്മുടെ ശരീരത്തിൽ വെളിച്ചെണ്ണ തേക്കണം കേട്ടോ. വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ കിട്ടുമെങ്കിൽ ഉരുക്കി വെളിച്ചെണ്ണ, നമുക്ക് പറ്റുമെങ്കിൽ വെളിച്ചെണ്ണ വെച്ച് ഉരുക്കണം. ഉരുക്കിയിട്ട് അതിനെ നമ്മൾ ഇങ്ങനെ നല്ല പിന്നെ ഉരുക്കിയ വെളിച്ചെണ്ണ മേല് മുഴുവൻ തേച്ചിട്ട് ഈ മാവല വെള്ളം നമ്മൾ മേത്തൊഴിച്ചാൽ മേത്തൊഴിച്ച് മേല് കഴുകണം. സോപ്പൊന്നും ഇടരുത് കേട്ടോ, മേല് കഴുകണം. അങ്ങനെ ആ ചോദിച്ചിലെല്ലാം അങ്ങ് മാറും കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു 5 ദിവസം വരെ മാവല ഉണ്ടല്ലോ, ഈ ചൂടുകാലം കഴിയുന്നതും വരെ വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ തിളപ്പിച്ച വെള്ളം നമ്മുടെ മേത്തൊഴിച്ചാൽ നല്ല ആശ്വാസം കിട്ടും. നിങ്ങളെല്ലാവരും വീട്ടിൽ മാവല ഉണ്ടല്ലോ, നിങ്ങൾക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ. ഏതായാലും ഇത് കുഴപ്പമുണ്ടാക്കുന്നതല്ലോ, അരളിയൊന്നും അല്ലല്ലോ മാവല്. ഈ മാവല കൊണ്ട്, ഈ മാവലയുടെ തളിര് കൊണ്ട് നമുക്ക് സംഭാരത്തിന് വരും പാനീയം ഉണ്ടാക്കി കഴിക്കാൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞാൻ ഈ പറയുന്നത് ചെയ്യണം. ഞാൻ പിന്നെ എന്താ ഇതിൻ്റെ സംഭവം എന്തായെന്ന് നോക്കട്ടെ. ഇപ്പം 15 മിനിറ്റ് ആയി കാണും. അതുകൊണ്ട് അത് വെന്തോന്നൊരു സംശയം ടീച്ചറ്. ഉണ്ടോ നമ്മുടെ ഇലയട? നല്ല ഇടയല്ല, നിറച്ചൊരു ചൂടാട്ടോ നമ്മുടെ ഇലയട. നിങ്ങളെല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കണം. നല്ലതാണ്. നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കണം കേട്ടോ. ഇതാ നോക്കൂ, നല്ല ഇലയാണ് ഇലയട. ഇതിന് കുറച്ചും കൂടെ ചുവപ്പ് നിറം വന്നേന് എന്താണെന്നറിയാമോ? കുറച്ചും കൂടെ വെല്ലം ചേർത്താൽ, വെല്ലം ഏറെ ചേർത്താൽ. പക്ഷേ എനിക്ക് ഒരുപാട് മധുരം പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വെല്ലം അധികം ചേർത്തില്ല. പഴത്തിന് തന്നെ മധുരമുണ്ട്. പിന്നെ ഇനി നാളത്തേക്ക് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് മാവ്. ഇതാ ഇതിൽ ഞാൻ നല്ലോണം, അതായത് ആ വരട്ടി വെച്ച പിന്നെ പഴവും ആ കൂട്ടെല്ലാം കൂടെ ഉണ്ടാക്കിയില്ല, ഗോതമ്പ് പൊടി മിക്സ് ചെയ്ത് അത് കുറച്ചെടുത്ത് വെച്ചിരിക്കാം. ഇത് നല്ലോണം കുറച്ച് എല്ലാം ഉരുക്കി വെച്ചിട്ടുണ്ട്. അത് ഒഴിച്ചിട്ട് നല്ല ചുവപ്പ് നിറം കാണും നേരം പുഴുങ്ങും കാർമൂരി മാഷുമൊക്കെ. ഇത് ഞാൻ ഒരെണ്ണം കഴിക്കും, അതിൽ കൂട്ട് കഴിക്കില്ല കേട്ടോ. ഇത് നാളെ മാഷക്ക് നല്ല മധുരത്തിൽ ഉണ്ടാക്കി കൊടുക്കാനാണ്. അപ്പം ഞാൻ കണ്ടില്ലേ, ഇതെല്ലാം ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇതും കൂടെ ഞാൻ അതിൽ ഒഴിക്കുമ്പോൾ നല്ല പാകമായിരിക്കും കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം എന്ന് ഞാൻ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട ചൂടോടിക്കട്ടെ. 4 മണിക്കേ എടുക്കുള്ളൂ കേട്ടോ. 4 മണിക്കേക്കാണ്. 4 മണിക്ക് മാസത്തെ എന്തെങ്കിലും ഒന്ന് കൊടുക്കാമല്ലോ, അതിന് വേണ്ടിയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യണം. എല്ലാവരും നമ്മുടെ ആരോഗ്യത്തെ നോക്കണം. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കണം. പിന്നെ ധാരാളം വെള്ളം കുടിക്കണം. പാനീയങ്ങൾ എന്തും കഴിക്കാവുന്ന എന്ത് പാനീയവും നിങ്ങൾ കുടിക്കണം. സംഭാരം ഇസ് ദ ബെസ്റ്റ് ഡ്രിങ്ക്. സംഭാരമാണ് ഏറ്റവും നല്ല പാനീയം. ഇത്രയും മോരെടുത്തിട്ട് കുറച്ച് കയ്യിലെടുത്തിട്ട് അതിലേക്ക് നമ്മൾ
എന്തോ പിന്നെ ഒരു ഒരു 3-4 ചെറുനാരകത്തിൻ്റെ ഇല ഇവിടെ ഉണ്ട്. പിന്നെ ഒരു പിടി പിന്നെ എന്തോ അതിൻ്റെ പേര് മറന്നു, അയ്യോ ഞാൻ മറന്നു. ഒരു പിടി കറിവേപ്പില, പിന്നെ കാന്താരി, പിന്നെ നമ്മുടെ ഇഞ്ചി. കാന്താരിയൊക്കെ ഇവിടെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. കാന്താരി 2 കാന്താരിയേ ഉള്ളൂ, നല്ല പഴുത്തമായതുകൊണ്ട്. ഇഞ്ചി, ഇതെല്ലാം കൂടി അടിച്ചിട്ട് ആ കട്ട തൈരിനെ അടിച്ചിട്ട് അത് കുറച്ചേറെ വെള്ളം ഒഴിച്ച്, നല്ല തിളപ്പിച്ചാർച്ച വെള്ളം ഒഴിക്കണം കേട്ടോ. കുറച്ചേറെ വെള്ളം ഒഴിച്ചിട്ട് അത് ഒരു പാത്രം നിറയെ കലക്കി വെക്കും ഞാൻ. വൈകോളം അത് നമ്മൾ കുടിക്കണം. ഊണ് കഴിക്കുമ്പോഴും നിറയെ എടുക്കണം. കാന്താരി മാഷാണെങ്കിൽ അങ്ങനെ കുടിക്കാനായിട്ട് എടുക്കാറില്ല, പക്ഷെ ഊണ് കഴിക്കുമ്പോൾ നല്ലോണം അതിലൊഴിച്ച് കഴിക്കും. അങ്ങനെ നിങ്ങളെല്ലാവരും ചെയ്യണം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ ഇത് എന്തായി നിങ്ങളെ ഞാൻ കാണിച്ചല്ലോ. അപ്പോൾ പിന്നെ രോഗാസമസ്ത സുഖിനോ ഭവന്തു. ലോകത്തിലെ എല്ലാവർക്കും സുഖവും നന്മയും ഉണ്ടാകട്ടെ. ഇതിലും വലിയൊരു മന്ത്രമില്ല അല്ലേ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഞാൻ ഈ വീഡിയോ ഇവിടെ പിന്നെ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും താങ്ക്സ്.